ഇന്ന് രാവിലെ നമ്മൾ കേട്ട ഒരു വാർത്തയാണല്ലേ ഇത്. 90-92 വയസ്സുള്ള ഒരു അച്ഛനെയും അമ്മേനെയും സ്വന്തം മകൻ ജീവനോടെ കിടന്നിരുന്ന വീട്ടിൽ തീ കൊളുത്തി കൊന്നുകളഞ്ഞു എന്നുള്ളത്. മദ്യലഹരിയിൽ ചെയ്തതാണെങ്കിൽ പോലും സ്വത്തിന് വേണ്ടി, അതായത് ഒരു ആയുഷ്കാലം മുഴുവൻ അവരുണ്ടാക്കിയെടുത്ത ആ ഒരു സ്വത്തിന് വേണ്ടി പെട്ടെന്ന് അവരുടെ മരണത്തിന് മുമ്പായിട്ട് തന്നെ സ്വന്തം കൈകളിൽ ആ സ്വത്ത് വന്നു ചേരണമെന്ന അത്യാഗ്രഹം മൂലം ഒരു മകൻ ചെയ്ത കാര്യമാണ് ഇന്ന് രാവിലെ നമ്മൾ കേട്ടത്. അതേപോലെ തന്നെ ഇന്നലെ അതേപോലെ ഒരു സംഭവം ഉണ്ടായി. സാധാരണ ആൺമക്കളെക്കാൾ കൂടുതൽ അച്ഛനെ അമ്മേനെയും നോക്കുന്നത് പെൺകുട്ടികളായിരിക്കും. അങ്ങനെയുള്ളൊരു പെൺകുട്ടി സ്വന്തം അച്ഛനെയും അമ്മേനെയും ഗേറ്റിന് വെളിയിലാക്കി കഥ അടച്ച് അവർ ആ വീട്ടിൽ താമസിക്കുന്ന ഇഷ്ടമില്ല, സ്വത്ത് തർക്കത്തിന്റെ പേരിലാണ് അതും ചെയ്തത്. അപ്പം അച്ഛനും അമ്മയും ഒരു ചിലപ്പോൾ പാരമ്പര്യമായിട്ട് കിട്ടണം എന്നുള്ളതായിരിക്കുമല്ലോ. അപ്പം അവരായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്ത് കാര്യങ്ങളായിരിക്കും. അത് അവരുടെ മരണത്തിന് മുമ്പായിട്ട് തന്നെ സ്വന്തം കൈകളിൽ ഒരു പാടും പെടാതെ, അതായത് നമുക്കായിട്ടൊന്നും ഉണ്ടാക്കാനായിട്ടുള്ളൊരു കഴിവൊന്നുമില്ല, വല്ലവരും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മുതൽ ഒരു പാടും പെടാതെ പെട്ടെന്ന് തന്നെ കൈകളിൽ വരണം എന്നുള്ള ആ ഒരു വ്യഗ്രത കൊണ്ടാണ് അവരുടെ ആ ഒരു കാലശേഷം അത് നമ്മുടെ കൈകളിൽ തന്നെ എത്തും. അതിന് മുമ്പായിട്ട് നമ്മൾ അത് വേണമെന്ന് പറയുമ്പോൾ അത് കൈ കെട്ടി കഴിയുമ്പോൾ പലരും മാതാപിതാക്കളെ ഒഴിവാക്കുന്നത് കൊണ്ടാണ് അവരാദ്യം തന്നെ നമുക്ക് സ്വത്തൊന്നും എഴുതി തരാത്തത്. പക്ഷെ അത് മനസ്സിലാക്കാതെ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഓരോ മക്കളും ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ഇനിയിപ്പോൾ ആ മകന് ആ സ്വത്തും കെട്ടിപ്പിടിച്ചുകൊണ്ട് ജയിലിൽ കിടക്കാനേ പറ്റത്തുള്ളൂ. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.